ഹലോ, വെൽക്കം ടു ദി അനദർ എപ്പിസോഡ് ഓഫ് ഇറ്റ്സ് മീ ഷാലു. നിങ്ങളുടെ സ്വന്തം ഷാലു. വീണ്ടും ഇതാ ഒരു പുലരി കൂടി പുനർജനിക്കുന്നു. ഇന്ന് അച്ഛന് ലീവ് ആണ്. അതുകൊണ്ട് തന്നെ കുഞ്ഞിപ്പാറുവിനെ കളിക്കാൻ വേണ്ടിയിട്ട് ഒരാളായി. അപ്പോൾ വാവയ്ക്കുള്ള കുറുക്കാക്കാൻ വേണ്ടിയിട്ട് ഞാൻ പോയതാണ്. അപ്പോൾ അച്ഛനും മോളും കൂടി കളിക്കുന്നുണ്ട്. പിന്നെ അമ്മയ്ക്ക് രാവിലെ തന്നെ നല്ല ഡ്യൂട്ടി കിട്ടിയിട്ടുണ്ട്. വീട്ടിന് മുറ്റത്ത് തന്നെ പ്ലാവുണ്ട്. അപ്പൊ അവിടെ ചക്ക പഴുത്തിട്ടുണ്ട്, പഴുക്കാത്തതും ഉണ്ട്. അപ്പോ നല്ല മഴയല്ലേ, ചക്കയും കട്ടൻ ചായയും ഒക്കെ ആയിട്ട് നമുക്ക് വൈകുന്നേരം കഴിക്കാലോ എന്ന് പറഞ്ഞിട്ട് അമ്മ ചക്ക പാങ്കുവ എന്നാണ് നമ്മൾ പറയാ. ചക്ക വെക്കാൻ വേണ്ടിയിട്ട് ചക്ക വൃത്തിയാക്കുന്നതിന് പാങ്കുവ എന്ന് പറയും. അപ്പൊ ചക്ക പാങ്കുവാണ് അമ്മ ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ കുറുക്കൊക്കെ റെഡി ആയിട്ടുണ്ട്. അവൾക്ക് അതിന് കൊടുക്കണം. എന്നെ കാണുമ്പോൾ എവിടെയാണെങ്കിലും അവളൊരു കള്ളച്ചിരിയുണ്ട്. അപ്പൊ അത് സൂക്ഷിച്ചു വെക്കാൻ ഞങ്ങൾക്ക് അത് കാണാൻ വേണ്ടി പറ്റും. രാവിലെ തന്നെ നല്ല മഴയാണ്, അതുകൊണ്ട് മുറ്റത്തേക്ക് ഇറങ്ങണം എന്നൊക്കെ തോന്നും, പക്ഷെ ഒരു മടിയുമാണ്. ഇന്ന് ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് എത്തിയത് ഒരു കഥ പറയാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. കഥ എന്ന് പറഞ്ഞാൽ എൻ്റെ ജീവിതത്തിലെ ഒരു സ്റ്റോറി, റിയൽ സ്റ്റോറി. ഈ കാണുന്നത് എൻ്റെ പഴയ വീടുണ്ടായിരുന്ന സ്ഥലമാണ് കേട്ടോ. പഴയ വീട് എന്ന് പറയുമ്പോൾ ഇപ്പോഴുള്ള വീടിന്റെ തൊട്ട് മുന്നേ തന്നെയാണ് പഴയ വീട് ഉണ്ടായിരുന്നത്. അപ്പോ കണ്ടില്ലേ, ഇതാണ് ഇപ്പോഴത്തെ വീട്. അപ്പൊ ഇപ്പോഴത്തെ വീടിന്റെ മുന്നിൽ തന്നെയാണ് പഴയ വീട് ഉള്ളത് ഉണ്ടായിരുന്നത്. അപ്പോ നിങ്ങൾക്ക് കാണാൻ പറ്റുമോന്ന് അറിയില്ല, കുറച്ച് പഴയ വീടിന്റെ തറയുടെ ഭാഗമാണ് ഈ ഞാനിപ്പോ കാണിച്ചു തരുന്നത്. വേറെ അവശിഷ്ടങ്ങളൊന്നും കാണിക്കാനില്ല. എല്ലാം വീട്ടിന്റെ മുന്നിൽ തന്നെ ആയതുകൊണ്ട് എല്ലാം പൊളിച്ചു കളഞ്ഞ് പിന്നെ ഇവിടെ കുറെ മണ്ണൊക്കെ ഇട്ട് റോഡാക്കിയിട്ടുണ്ട് ഇപ്പോ. അപ്പൊ പഴയ വീടിന്റെ മുറ്റാണ് ഇത്. ഇങ്ങനൊന്നും ആയിരുന്നില്ല, നല്ല മനോഹരമായ മുറ്റായിരുന്നു. ഒരുപാട് ചെടികളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഈ ഒരു പുളിമരം കണ്ടോ, ഈ ഒരു പുളിമരത്തിന്റെ തൊട്ട് താഴെയായിരുന്നു നമ്മുടെ അലക്ക് കല്ലൊക്കെ ഉണ്ടായിരുന്നത്. അപ്പോൾ ഇപ്പുറത്ത് തന്നെയാണ് റോഡും, പിന്നെ വീട്ടിലേക്ക് വരാനുള്ള റോഡ്. അപ്പൊ ഇത്ര വലിയ റോഡൊന്നും ആയിരുന്നില്ല ഉണ്ടായിരുന്നത്, ഒരു ഇടവഴിയായിരുന്നു. അപ്പൊ വീട്ടിലേക്ക് വരുന്ന പിന്നെ സ്ഥലത്ത് തന്നെ പിന്നെ ഒരുപാട് ചെടികൾ, കോസ്മസ് ചെടികൾ, അതുപോലെ ചെണ്ടുമല്ലി പൂക്കളൊക്കെ ഉണ്ടായിരുന്നു. നിറച്ച് ചെടികളൊക്കെ ഉള്ള ഒരു കുഞ്ഞു വീടായിരുന്നു. അപ്പൊ ഈ വീട് എന്ന് പറയുന്നത് എൻ്റെ അമ്മമ്മയുടെ വീടാണ്, തറവാടാണ്. അപ്പൊ ഈ വീട്ടില് അമ്മമ്മയും വല്യമ്മയും, അതായത് അമ്മമ്മയുടെ മോള്, പിന്നെ മോന്റെ ഫാമിലി, അതായത് ഭാര്യയും മക്കളൊക്കെയാണ് ഉണ്ടായിരുന്നത്. അവര് പുതിയ വീടെടുത്ത് വേറെ മാറി. അമ്മമ്മ മരിച്ചപ്പോ വല്യമ്മയും പിന്നെ മോന്റെ കൂടെ പിന്നെ വല്യമ്മയുടെ മോന്റെ കൂടെ മാറി താമസിക്കുവാണ്. ഇപ്പൊ ഇവിടെ ആരുമില്ല. അപ്പൊ അമ്മ മരിച്ചിട്ട് ഒരു വർഷമായി. പിന്നെ അപ്പോ ഇവിടെയാണ് എൻ്റെ സ്റ്റോറി. ഇവിടെയും അവിടെയൊക്കെ ആയിട്ടാണ് എൻ്റെ സ്റ്റോറി എന്ന് പറയുന്നത്. അപ്പൊ ഒരിക്കലും ഞാൻ മറക്കാൻ പാടില്ല, എൻ്റെ ജീവിതത്തിൽ ഇനി എന്തുണ്ടെങ്കിലും ഒരിക്കലും ഞാൻ മറക്കാൻ ആഗ്രഹിക്കാത്ത ഒരു സംഭവമാണിത്. എനിക്ക് അത്രയ്ക്കും എൻ്റെ ജീവിതത്തില് എന്താ പറയാ, നന്ദിയുണ്ട്, ഒരുപാട് നന്ദിയുണ്ട്. ശരിക്കൊരു അഭയം എന്ന് തന്നെ പറയാം. ഞാൻ പറഞ്ഞല്ലോ, എൻ്റെ വീട് എന്ന് പറയുന്നത് പഴയ വീട് എന്ന് പറഞ്ഞാൽ കുഞ്ഞു വീടാണ്, ഓടിട്ട വീടാണ്. മണ്ണിന്റെ കട്ടയില്ലേ, ആ കട്ട കൊണ്ട് ഉണ്ടാക്കിയ വീടാണ്, കല്ലൊന്നും ആയിരുന്നില്ല അപ്പൊ ഉണ്ടായിരുന്നത്. അപ്പൊ ഒരു കുഞ്ഞു വീടാണ്. ഒരു വരാന്ത, ഒരു കിച്ചൺ, അതുപോലെ ഒരു സെൻട്രൽ ഹാള്, ഒരു റൂം, ഇത്രയും ഉണ്ടായിരുന്നുള്ളൂ. പക്ഷെ എന്താ പറയാ, കുഞ്ഞു വീടാണെങ്കിലും അത്യാവശ്യം സൗകര്യമൊക്കെയുള്ള ഒരു മനോഹരമായ വീടായിരുന്നു. എനിക്ക് ആ വീട് അത്രയും എനിക്ക് പ്രിയപ്പെട്ടതായിരുന്നു. അപ്പൊ ഞാൻ ചെറിയ പ്രായത്തിലുള്ള സമയത്തൊക്കെ പക്ഷെ ആ വീടിനോട് ഇഷ്ടമുണ്ടെങ്കിൽ പോലും വലിയ മഴയും കാറ്റും അതുപോലെ ഇടിയും മിന്നും ഒക്കെ വരുന്ന സമയത്ത് എനിക്ക് ഭയങ്കര പേടിയാണ് അവിടെ നിൽക്കാൻ വേണ്ടിയിട്ട്. അപ്പൊ ഞാൻ എപ്പോഴും മഴക്കാലത്ത് ആകുമ്പോൾ അച്ഛനോട് ചോദിക്കും, വൈകുന്നേരം ആകുമ്പോൾ അച്ഛനോട് ചോദിക്കും, അച്ഛാ ഇന്ന് മഴ പെയ്യോ എന്ന് ചോദിക്കും. അപ്പൊ അച്ഛൻ പറയും, ഇല്ല മോളെ. അപ്പൊ ചെറിയ മഴക്കാറൊക്കെ ഉണ്ടാകുമ്പോൾ എനിക്കൊരു പേടിയാണ്. കാരണം അതിന്റെ ഉള്ളിൽ, നമ്മുടെ വീടിന്റെ ഉള്ളിൽ മഴയും ഇടിയൊക്കെ ഉണ്ടാകുന്ന സമയത്ത് നിൽക്കുമ്പോൾ പുറത്ത് നിൽക്കുന്ന ഒരു ഫീല് തന്നെ ഉണ്ടാവും. കാരണം അത്രയും അടുത്തറിയും. കാറ്റൊക്കെ റൂമിൽ നിൽക്കുമ്പോൾ കാറ്റൊക്കെ ഇങ്ങനെ ശരിക്കും അറിയും, നല്ല മഴ പെയ്യുന്നതും ഇടിയൊക്കെ എന്താ പറയാ, നമ്മുടെ തൊട്ടടുത്തുനിന്ന് പൊട്ടുന്ന പോലെയൊക്കെ ഉണ്ട്. അപ്പൊ ഭയങ്കരമായിട്ട് എനിക്ക് പേടിയായിരുന്നു. അപ്പൊ ഞാനിപ്പോ വൈകുന്നേരം കാർമേഘം വരുന്ന സമയമാകുമ്പോൾ എനിക്ക് എന്നെ ഇടിക്കാൻ തുടങ്ങും. അപ്പൊ ഞാൻ അച്ഛനോട് ചോദിക്കും, അച്ഛൻ മഴ പെയ്യോ ഇന്ന്? അപ്പൊ അച്ഛൻ ഇല്ല, അല്ലെങ്കിൽ ഉണ്ട് എന്നൊക്കെ പറഞ്ഞാട് വിടും. അപ്പോ ആ സമയത്ത് ഈ മഴക്കാലമാകുമ്പോൾ എനിക്ക് എപ്പോഴും ഞാൻ വിചാരിക്കും, നമ്മുടെ കോൺക്രീറ്റ് വീടില്ല, വാർപ്പിന്റെ വീട്, എനിക്ക് അങ്ങനെ ഒരു വീട് ഉണ്ടായിരുന്നെങ്കിൽ എന്ന് എപ്പോഴും ഞാൻ ആലോചിക്കും. അങ്ങനെയുള്ള വീട് എപ്പോഴാണ് നമുക്ക് ഉണ്ടാവുക, ഞാൻ ഇങ്ങനെ ആലോചിക്കും. അപ്പൊ എനിക്കൊരു ചേച്ചിയുണ്ട്.
അപ്പൊ ചേച്ചിക്ക് 10ാം ക്ലാസ് ആകുമ്പോഴേക്ക് പിന്നെ ചേച്ചിയുടെ വീടൊക്കെ പിന്നെ വാർത്ത് കോൺക്രീറ്റ് വീടാക്കിയിട്ടുണ്ട്. അപ്പൊ ഞാൻ എന്റെ മനസ്സിൽ, അപ്പൊ കുട്ടിയല്ലേ, അപ്പൊ കുട്ടികളുടെ മനസ്സിൽ എന്തൊക്കെയാ ചിന്തിച്ചുകൂടാത്. അപ്പൊ ഞാൻ വിചാരിച്ചു 10ാം ക്ലാസ് ഒക്കെ ആകുമ്പോഴേക്ക് എന്റെ വീടും ഇതുപോലെ ആവും, വാർപ്പിട്ട വീട്ടിൽ എനിക്ക് നിൽക്കാൻ വേണ്ടി പറ്റും എന്ന് ഞാനും ചിന്തിച്ചു വെച്ചു. പക്ഷെ 10ാം ക്ലാസ് ആയി, +2 കഴിഞ്ഞ്, ഡിഗ്രി ആയിട്ടും എന്റെ വീടിന് മാറ്റൊന്നും വരുന്നില്ല. പക്ഷെ ഉണ്ട് കേട്ടോ, പിന്നെ പുതിയ വീടിന് എന്താ പറയാ, തറക്കല്ലൊക്കെ ഇട്ട് മെല്ലെ മെല്ലെ ഉയർന്നു വരുന്നുണ്ട്. പക്ഷെ അപ്പോഴും നിൽക്കാനൊന്നും പറ്റിയിട്ടില്ല. ഞാൻ ഒരു ഡിഗ്രി ഒക്കെ ആയി, ഡിഗ്രി 2nd ഇയർ ആകുമ്പോഴാണ് നമ്മൾ മാറിയത്. അപ്പൊ അതുവരെ അതും പെട്ടെന്നൊരു മാറ്റമായിരുന്നു. അപ്പൊ അതുവരെ ഇങ്ങനെ എന്താ പറയാ, ഈ പഴയ വീട്ടിൽ തന്നെയാണ് നമ്മൾ നിന്നത്. അപ്പോ പഴയ വീടിനെ കുറിച്ച് പറയാനാണെങ്കിൽ ഒരുപാടുണ്ട്, അതിന്റെ മുറ്റവും ഒക്കെ പറയണം. പക്ഷെ അതിപ്പോ അവിടെ പറയുകയാണെങ്കിൽ വലിയൊരു വീഡിയോ ആയി പോകും. അതുകൊണ്ട് അത് പിന്നെ പറയാം. അങ്ങനെ പിന്നെ മഴക്കാലമൊക്കെ ആകുമ്പോൾ ഇങ്ങനെ ഇടിയും മഴയൊക്കെ ഉണ്ടാകുന്ന സമയത്ത് എപ്പോഴും എനിക്ക് പേടിയാണെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ കുറച്ച് വളർന്നങ്ങ് വലുതായി, ഒരു 10ാം ക്ലാസ് ഒക്കെ ആകുമ്പോഴേക്കും നമ്മുടെ വീടും അതുപോലെ വയസ്സാവാൻ തുടങ്ങിയല്ലോ. അത് പ്രത്യേകിച്ച് മൺകട്ടേനെ കൊണ്ട് ഉണ്ടാക്കിയതാകുമ്പോൾ അധികം നാൾ അങ്ങനെ നിലനിൽക്കില്ലല്ലോ. അപ്പോൾ നന്നായിട്ട് വീടും ശോചനീയാവസ്ഥയിലേക്ക് എത്തി. അതായത് എങ്ങനെ ഉണ്ടായതെന്ന് വെച്ചാല്, പിന്നെ ഒരു ഭാഗത്ത് ഓട് തിരമാല പോലെ ആയിപ്പോയി. അതായത് 2 ഭാഗം ഉയർന്നിട്ട് നടുഭാഗം താണിട്ട് നമ്മുടെ തിരമാല വേവ് പോലെ അതുപോലെ ആയിപ്പോയി ഒരു ഭാഗത്തെ ഓട് എന്ന് പറയുന്നത്. അപ്പോൾ ഭയങ്കരമായിട്ട് പേടിയാവും നമുക്ക്. പക്ഷെ ചോർച്ച എന്ന് പറയാനൊന്നും, മഴയത്ത് അങ്ങനെ ചോർച്ച എന്ന് പറയാനൊന്നും ആദ്യമൊന്നും ഉണ്ടായിരുന്നില്ല. ആദ്യമൊക്കെ കഷ്ടിച്ചിട്ട് നിന്നിട്ട് പോകാവുന്ന ഒരു അവസ്ഥയായിരുന്നു, വേറെ പ്രോബ്ലം ഒന്നും ഉണ്ടായിരുന്നില്ല. അങ്ങനെ നന്നായിട്ട് പിന്നെ വീട് ശോചനീയാവസ്ഥയിലേക്ക് എത്തിയെന്ന് കാണുമ്പോൾ എന്റെ വീട്ടുകാർക്ക് എന്ത് ചെയ്തു എന്ന് വെച്ചാല്, രാത്രിയാവുമ്പോൾ എന്നെ അപ്പുറത്തെ അമ്മമ്മയുടെ വീട്ടിലേക്ക് പറഞ്ഞേക്കും. നല്ല ഇടിയും മഴയൊക്കെ എനിക്ക് പേടിയാവും. പക്ഷെ ഞാൻ അത് കാണിക്കൊന്നും ചെയ്യില്ല. അങ്ങനെ എനിക്ക് പേടിയാണ്, എനിക്ക് ഇവിടുന്ന് പോകണം, അങ്ങനെയൊന്നും ഞാൻ പറയുകയും ചെയ്യില്ല. അവിടെ തന്നെ നമ്മൾ എല്ലാവരും കൂടി നിൽക്കും. കറണ്ടൊക്കെ പോയാൽ ഇങ്ങനെ അച്ഛനും അമ്മയും ഞാനും ഏട്ടനും കൂടി ഇങ്ങനെ നിൽക്കും. പക്ഷെ അങ്ങനെ നല്ല മഴയൊക്കെ ആകുമ്പോൾ ഇടിയൊക്കെ നല്ലോണം പൊട്ടി കാറ്റൊക്കെ നന്നായിട്ട് വരുന്ന സമയത്ത് എന്നോട് പറഞ്ഞു, നീ അപ്പുറത്തെ അമ്മമ്മയുടെ അടുത്ത് പോയിക്കോ. അവിടുന്നും പറഞ്ഞു, നീ ഇവിടെ വന്നിട്ട് കിടന്നു, രാത്രി ഇവിടെ വന്ന് കിടന്നു എന്ന് പറഞ്ഞു. പിന്നെ ഞാൻ എന്ത് ചെയ്യും, രാത്രി ആകുമ്പോൾ എപ്പോഴും അപ്പുറത്തെ അമ്മമ്മയുടെ വീട്ടിൽ പോയി കിടക്കും. അപ്പോ കിടക്കാൻ മാത്രമാണ് പോവുക. ഫുഡൊക്കെ വീട്ടിൽ തന്നെ കേട്ടോ കഴിക്കുക. രാത്രി ഫുഡൊക്കെ കഴിച്ചിട്ട് പോകും. അപ്പൊ അമ്മമ്മയ്ക്ക് പണ്ടേ ഞാൻ അവിടെ വന്ന് നിൽക്കുന്നത് ഇഷ്ടമാണ്. അപ്പൊ അതൊക്കെ പറയുകയാണെങ്കിൽ വലിയൊരു വീഡിയോ ആയി പോകും. അമ്മമ്മക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു തന്നെ. ഞാൻ എപ്പോഴും എന്നോട് പറയും, വന്ന് കിടക്ക്, നമുക്ക് ഇവിടെ കിടക്കാം, അമ്മമ്മയുടെ കൂടെ കിടക്കാന്ന് പറഞ്ഞിട്ട് ഒരു കുഞ്ഞു കെട്ടലുണ്ട് അവിടെ, എനിക്ക് വേണ്ടിയിട്ട് സ്ഥലമുണ്ട്. അമ്മമ്മയുടെ കൂടെ മാത്രല്ല കേട്ടോ, എനിക്ക് പിന്നെ വല്യമ്മയുടെ കൂടെ എവിടെ വേണമെങ്കിലും എനിക്ക് ഭയങ്കര സ്വാതന്ത്ര്യമായിരുന്നു. എനിക്ക് ആ വീട്ടില് ഒരു റൂമുണ്ട്, അവിടുത്തെ ചേച്ചിയുടെ റൂമുണ്ട്. കുഞ്ഞേച്ചിനെ നമ്മൾ വിളിക്കാം. അപ്പൊ കുഞ്ഞേച്ചി കല്യാണം കഴിഞ്ഞ് പോയി. അപ്പൊ ആ വീട്ടില് കുഞ്ഞേച്ചിന്റെ റൂമിൽ ഞാൻ കിടക്കും. അങ്ങനെ എവിടെ വേണമെങ്കിലും എനിക്ക് കിടക്കാം. അങ്ങനെ ഒരു സ്വാതന്ത്ര്യം എനിക്ക് ഉണ്ടായിരുന്നു. അപ്പോൾ എപ്പോഴും രാത്രി ഞാൻ അവിടെ പോകും. പിന്നെ മഴക്കാലമൊക്കെ കഴിഞ്ഞാലും ഞാൻ അവിടെ തന്നെ പോകും. അവര് വിളിക്കും, അമ്മമ്മ വിളിക്കും, വാ ഇവിടെ കിടക്കാന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഫുഡൊക്കെ കഴിച്ചിട്ട് ഞാൻ അങ്ങനെ പോകും. അങ്ങനെ നല്ല മഴയൊക്കെയുള്ള സമയത്ത് എന്താ ചെയ്യാന്ന് വെച്ചാൽ, അത്രയും നമ്മുടെ വീട് നന്നായിട്ട് പതിയാനായി, അങ്ങനെ പൊളിയാനായ ഒരു അവസ്ഥയിലേക്ക് എത്തി. അങ്ങനെ ഉണ്ടാകുന്ന സമയത്ത് പിന്നെ ഇവരെന്താ ചെയ്യാന്ന് വെച്ചാൽ, നല്ല രാത്രിയൊക്കെ ആകുമ്പോഴായിരിക്കുമല്ലോ നമുക്ക് ടെൻഷനും പേടിയൊക്കെ ഉണ്ടാവും. അപ്പോൾ ഇടിയും മഴയൊക്കെ ഉണ്ടാകുന്ന സമയത്ത് ഞാൻ പറയും, എന്നെ അപ്പുറത്തെ വീട്ടിലേക്ക് അയച്ചാലും എനിക്ക് സമാധാനം ഉണ്ടാവില്ലല്ലോ, എനിക്ക് ഉറങ്ങാനൊന്നും പറ്റില്ല, എനിക്ക് ഒട്ടും സമാധാനം ഉണ്ടാവില്ല. അപ്പൊ ഞാൻ പറയും, നിങ്ങളും വരണം, നല്ല ഇടിയും മഴയൊക്കെ ഉണ്ടാകുമ്പോൾ അപ്പുറത്തേക്ക് വാ, ഇടിയും മഴയും പോയിട്ടാവും നിങ്ങൾ അങ്ങോട്ടേക്ക് പോയിക്കോ എന്ന് പറഞ്ഞിട്ട് ഞാൻ നിർബന്ധിച്ചാക്കിയിട്ട്, പിന്നെ അവർക്കും പിന്നെ ഒരു ടെൻഷൻ ഉണ്ടാവുമല്ലോ ഇങ്ങനെ നിൽക്കുമ്പോൾ. അപ്പൊ അവരും വരും. നല്ല മഴയൊക്കെ ഉള്ള സമയത്ത്, അതായത് ഇടിയും കാറ്റൊക്കെ ഉള്ള സമയത്ത് അവരും വരും. അങ്ങനെ എല്ലാ ദിവസവും രാത്രിയൊക്കെ ആകുമ്പോൾ അവര് വരാറാണ് പതിവ്. പിന്നെ അപ്പൊ ഞാൻ നോക്കി നിൽക്കും, ഇവര് വരുന്നുണ്ടോ, ബെല്ലടിക്കുന്നുണ്ടോ, പിന്നെ നല്ല സൗണ്ട്. അപ്പൊ ഉറങ്ങാനൊന്നും എനിക്ക് പറ്റില്ല. എന്റെ മനസ്സ് ഫുൾ ഇവര് ആ വീട്ടിലായിരിക്കുമല്ലോ, ഇവർക്ക് എന്തെങ്കിലും പറ്റുമോ, വീട് പൊളിഞ്ഞു പോവോ, അങ്ങനെയൊക്കെ ആയിരുന്നു. എനിക്ക് ടെൻഷനായിരുന്നു. അപ്പൊ ഇവര് വരുന്നത് വരെ ഞാൻ കാത്തുക്കും, അമ്മമ്മയെ വാതിലടക്കണ്ട, അല്ലെങ്കിൽ പിന്നെ ഞാൻ ശ്രദ്ധിച്ചോ. അങ്ങനെ ഇവര് വരുന്നത് സൗണ്ട് കേൾക്കുന്നത് എനിക്കറിയാം. ഒരു ദിവസം ഇതുപോലെ നല്ല മഴയും ഇടിയും കാറ്റും ഒക്കെ ഉണ്ട് അപ്പൊ ഞാൻ നേരത്തെ അമ്മമ്മയുടെ വീട്ടിൽ പോയി നിൽക്കുന്നുണ്ട്. പിന്നെ കിടക്കൊക്കെ ചെയ്ത് പുലർച്ചെയാവാനാവുമ്പോഴാണ് ഈ മഴയൊക്കെ വരുന്നത്. ശക്തമായ കാറ്റും ഇടിയും മഴയൊക്കെ വരുന്നു. ഞാൻ ഇവരെ നോക്കി നിൽക്കുകയാണ്. ഇവരോട് ഞാൻ ആദ്യമേ എപ്പോഴും പറയാറുണ്ട്, മഴ വരുന്നത് നല്ല ഇടിയും മിന്നൊക്കെ ഉണ്ടാകുന്ന സമയമാകുമ്പോഴേക്ക് വരണമെന്ന്. പക്ഷെ ഇവര് വരുന്ന കാണുന്നില്ല. എനിക്ക് ഭയങ്കര ടെൻഷനായി, എനിക്ക് ഉറങ്ങാൻ പറ്റുന്നില്ല. പിന്നെ
കണ്ണടക്കാൻ പറ്റുന്നില്ല. ഇവരെ നോക്കി നിൽക്കുകയാണ്. വാതില് തുറന്നിടാൻ പറ്റില്ലല്ലോ. അപ്പോൾ വരുന്നുണ്ടോ വരുന്നുണ്ടോ, ബെല്ലടിക്കുന്നുണ്ടോ, അല്ലെങ്കിൽ വാതില് മുട്ടുന്നുണ്ടോ നോക്കി നോക്കി നിൽക്കുകയാണ് ഞാൻ. എങ്ങനെ ഇവരെ കാണുന്നില്ല. എൻ്റെ മനസ്സ് 10ാം ക്ലാസ്സിൽ ആ സമയത്താണെന്ന് തോന്നുന്നു, പക്ഷെ ശരിക്കും ഓർമ്മയില്ല. ഭയങ്കരമായിട്ട് എനിക്ക് ടെൻഷനായി. ഇവരെ കാണുന്നില്ല. എപ്പോഴും വരാറുണ്ട്, ഇടിയും മഴയൊക്കെ ഉള്ള സമയത്ത് എപ്പോഴും വരാറുണ്ട്. പക്ഷെ ഇവരെന്തേ കാണാത്തതെന്ന് വെച്ചിട്ട് രാവിലെ വരെ ഞാൻ ഉറങ്ങാതെ നിന്നു. അപ്പോഴൊക്കെ ഞാൻ പ്രാർത്ഥിക്കും. എപ്പോഴും ഞാൻ പ്രായത്തില് ഞാൻ എപ്പോഴും പ്രാർത്ഥിക്കുന്ന ഇതാണ്, അയ്യോ ഇടിയും മഴയും വേഗം പോകണേ, അച്ഛനും അമ്മക്കും ഏട്ടനും ഒന്നും ഒരാപത്തും വരുത്തല്ലേ. എപ്പോഴും ഞാൻ പ്രാർത്ഥിക്കും. കാരണം ഞാൻ സേഫ് ആയിരിക്കുമല്ലോ. അപ്പോൾ എനിക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കില്ല, ഇവരുടെ കാര്യത്തിലായിരിക്കും എനിക്ക് എപ്പോഴും ആശങ്ക. അപ്പൊ ഇവർക്കൊരു ആപത്തും വരുത്തില്ലേ, വേഗം ഇടിയും മഴയും ഒന്ന് പോകണേ എന്ന് ചെറുപ്പത്തിലേ പ്രാർത്ഥിച്ച് പ്രാർത്ഥിച്ച് അത് എനിക്ക് മനസ്സിൽ തറവായി എന്ന് പറയില്ല, അതുപോലെ ആയിട്ട് ഇപ്പോഴും എനിക്ക് ആ ഒരു ടോൺ ഓർമ്മയുണ്ട്. ഞാൻ പ്രാർത്ഥിച്ചതിന്റെ ആ ഒരു ടോൺ ഇപ്പോഴും ഓർമ്മയുണ്ട്. കാരണം അത്രയും ഞാൻ എപ്പോഴും പ്രാർത്ഥിക്കും. എനിക്ക് അത്രയ്ക്ക് പേടിയായിരുന്നത്. അങ്ങനെ ആയിരുന്നു നമ്മളെ വീട്. പിന്നെ രാവിലെ ആയപ്പോഴാണ് രാവിലെ വേഗം തന്നെ ഞാൻ എണീറ്റ് എൻ്റെ വീട്ടിലേക്ക് ഓടിയിട്ട് ഞാൻ നോക്കിയപ്പോൾ ഒരു പ്രോബ്ലം ഉണ്ടായിരുന്നില്ല. കാരണം അവര് സാധാ എല്ലാ ദിവസത്തെ പോലെ രാവിലെ എണീറ്റു, അമ്മ അടുക്കളയിലുണ്ട്, അങ്ങനെയൊക്കെ. ഞാൻ ചോദിച്ചു, എന്താ നിങ്ങൾ ഇന്നലെ വരാഞ്ഞേ എന്ന് ചോദിച്ചപ്പോൾ അവര് പറഞ്ഞ, ഇല്ല അവിടെ നല്ല മഴയൊക്കെ ആയതുകൊണ്ട് മിന്നലൊക്കെ എറിയുന്നത് കൊണ്ട് വരാൻ പറ്റിയില്ല, പിന്നെ ഇവിടെ തന്നെ നിന്നു. എനിക്ക് എന്താ പറയണ്ടേ, എനിക്ക് ഭയങ്കര സങ്കടം. കാരണം ഞാൻ എന്നെ സേഫ് ആക്കിയിട്ട് ഇവര് ആപത്തിലേക്ക് എത്തിയതൊക്കെ ഉള്ളൊരു ഫീലായിരുന്നു എനിക്ക് അങ്ങനെ രക്ഷപ്പെടണ്ട, എനിക്ക് ഒറ്റയ്ക്ക് രക്ഷപ്പെടണ്ട, അങ്ങനെയൊക്കെ എന്തൊക്കെയോ മനസ്സിൽ വരുമായിരുന്നു. പിന്നെ അത് എങ്ങനെയെങ്കിലും ആ വീട്ടിൽ നിന്ന് എനിക്ക് രക്ഷപ്പെട്ടാൽ മതി എന്നായി. പിന്നെ കുറച്ച് ദിവസം കഴിയുമ്പോഴേക്ക് തന്നെ നന്നായിട്ട് അടുക്കള ഭാഗത്തൊക്കെ നന്നായിട്ട് ചോരാനൊക്കെ തുടങ്ങിയപ്പോൾ നമ്മൾ പിന്നെ അപ്പോഴത്തേക്ക് പുതിയ വീടിന്റെ ഏകദേശം ആ ഒരു പണിയൊക്കെ എത്തിയിട്ട് കഴിഞ്ഞായിരുന്നു. അപ്പോൾ പുതിയ വീട്ടിലേക്ക് നമ്മൾ ഹൗസ് വാമിങ്ങില് കുടിയലെന്ന് നമ്മൾ പറയാം, കുടിയലൊന്നും കൂടുന്നതിന് മുന്നേ തന്നെ വേഗം കെട്ടിയും കിടക്കുകയൊക്കെ എടുത്തിട്ട് പിന്നെ പുതിയ വീട്ടിലേക്ക് മാറുവാണ് ചെയ്തത്. പിന്നെ അപ്പോ പഠിക്കാനൊക്കെ പണ്ട് അത്രയും സൗകര്യം കുറവായിരുന്നു. ഒരു കുഞ്ഞു മേശയും അതില് എല്ലാ പുസ്തകങ്ങളും വെച്ചിട്ട് അങ്ങനെയൊക്കെ ആയിരുന്നു ഞാൻ ചെയ്തിരുന്നത്. അപ്പോൾ എല്ലാം എടുത്ത് നമ്മളിങ്ങനെ ഷിഫ്റ്റ് ചെയ്യുകയാണ് ചെയ്തത്. ഇതാണ് എൻ്റെ ഒരു അനുഭവം എന്ന് പറയുന്നത്. ഇത് എനിക്ക് തോന്നുന്നു കുറെ പേർക്കൊക്കെ കണക്ട് ആവും. കാരണം അതുപോലുള്ള വീടൊക്കെ ഉള്ളവർക്ക് മഴയൊക്കെ വരുമ്പോൾ ഒരുമാതിരി ടെൻഷനൊക്കെ ആയിരിക്കും. ഇപ്പോഴും മഴയും ഇടിയൊക്കെ വരുമ്പോൾ ഞാൻ ഇങ്ങനെ ആലോചിക്കും, പണ്ടത്തെ കാര്യങ്ങളൊക്കെ ഞാൻ നന്നായിട്ട് ആലോചിക്കും. അപ്പോൾ അവിടെ ഒരു അഭയം തന്നത് അവരോടുള്ള നന്ദി ഞാൻ ഒരിക്കലും മറക്കില്ല. അപ്പോൾ എനിക്ക് മാത്രമല്ല, എൻ്റെ വീട്ടിലെ എല്ലാവരും അവിടെ പോയിട്ട് ഇരിക്കാറുണ്ട്. എൻ്റെ അമ്മമ്മയുടെ വീട് തന്നെയാണെങ്കിൽ പോലും എന്താ പറയാ, എന്നെ ഒരു മടിയും കൂടാതെ അവര് സ്വീകരിച്ചു. വലുതാവുന്നത് വരെ ഞാൻ അവിടെ തന്നെയായിരുന്നു കിടക്കുന്നതൊക്കെ. അപ്പൊ അതൊന്നും എനിക്ക് ഒരിക്കലും മറക്കാൻ പറ്റില്ല. അമ്മമ്മേനെ ഒന്നും എനിക്ക് ഒരിക്കലും മറക്കാൻ എനിക്ക് പറ്റില്ല. അപ്പൊ അതൊക്കെ ഇടിയും മഴയൊക്കെ വരുമ്പോൾ ഞാൻ ഇങ്ങനെ എപ്പോഴും ആലോചിക്കും. എൻ്റെ മോനോട് ഞാൻ എപ്പോഴും കിടക്കുന്ന സമയത്ത് ഇതൊക്കെ പറഞ്ഞു കൊടുക്കും, ഇങ്ങനെയൊക്കെയാണ് ഓരോരുത്തരുടെ ജീവിതം. ഇപ്പോഴുള്ള നമ്മുടെ ജീവിതം ഒരു കുറവായിട്ടോ അല്ലെങ്കിൽ ഇപ്പോൾ നമുക്കുള്ള സൗകര്യങ്ങൾ ഒന്നും അല്ലാതായിട്ടോ ഒന്നും തോന്നരുത്. ഇതൊക്കെ വലിയ മഹാഭാഗ്യമാണ് എന്നൊക്കെ കരുതണമെന്ന് മോന് പറഞ്ഞു കൊടുക്കും. അങ്ങനെ ഇതാണ് എൻ്റെ സ്റ്റോറി. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എപ്പോഴും പറയുന്ന പോലെ തന്നെ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, അതുപോലെ സബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ സബ് ചെയ്യുക. പിന്നെ ഈ കഥയെക്കുറിച്ച് എന്താ തോന്നിയത് എന്നുള്ളത് കമൻറ്റ് ചെയ്യണം കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ബൈ.